അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിന് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒന്ന് കണ്ടോക്കി. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. ഇന്ന് ഊടായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇന്ന് റവ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റവ വറുത്തതൊന്നും ഇല്ല ഇനി. അപ്പോൾ ഞാൻ വേഗം റവയൊക്കെ കുറച്ചെടുത്തിട്ട് വറുത്തെടുത്ത് ഇനി വേഗം ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഉപ്പുമാവ്ക്ക് ഇന്ന് ക്യാരറ്റ് അതേപോലെ സവാള അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. വെറും വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ചെടുത്ത് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് നമ്മളെ വറുത്ത് വെച്ച റവയ്ക്ക് ഇട്ടിട്ടോ ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ വേഗം ലഞ്ചിനുള്ളതും കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി എടുത്തിട്ട് പിന്നെ ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ ഐഫക്കുട്ടിക്ക് ഇന്ന് മദ്രസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഐഫക്കുട്ടി മദ്രസക്കൊക്കെ പോകാനൊക്കെ റെഡി ആവണുണ്ട്. ചിലപ്പോൾ റിച്ചുവിൻ്റെ കൂടെ പോകും. റിച്ചു മോൻ ഇപ്പോൾ ഇന്ന് നേരത്തെ പോയിട്ടുണ്ട്. ഓനക്ക് 6:30-ക്ക് ക്ലാസ് തുടങ്ങും. ഇപ്പോൾ എക്സാമാണ് കേട്ടോ. അപ്പോൾ ഓൻ ആ ഒരു സമയത്ത് എത്തണം എന്നുണ്ടെങ്കിൽ ഒരു 6:10 ആകുമ്പോൾ വേഗം പോകും. അപ്പോൾ ഈ ഐഫക്കുട്ടി അപ്പോഴൊന്നും ഒരുങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. ഓള് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഓളതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ഉള്ളൂ കേട്ടോ പോകാനൊക്കെ വേഗം റെഡി ആവുക. അങ്ങനൊരു എന്താ പറയുക, വലിയൊരു സ്പീഡും കാര്യമൊന്നും ഇല്ല. രാവിലെ ഒരു കടിപിടി കൂട്ടി ഒരുങ്ങിയാണ്ട് വേഗം പോണ കുട്ടികളുണ്ടാവുമല്ലോ, അങ്ങനത്തെ ആ ഒരു ടൈപ്പിൽ പെട്ടതല്ല കേട്ടോ. അപ്പോൾ ഞാനിതാ വേഗം അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു പച്ച പുല്ലിൻ്റെ പോലെയുള്ളതുണ്ടല്ലോ നമ്മൾ സിറ്റ് ഔട്ടിലിട്ടെ, അത് ഇവിടെ കിച്ചണിക്ക് വാങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. അത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് വെട്ടിയപ്പോൾ ചെറുതായിട്ട് ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ആ ഒരു ഭാഗം അപ്പുറത്തേക്ക് ആക്കിയിട്ട് അത് കാണാത്ത കോലത്തിലാക്കിയിട്ട് പിന്നെ ശരിക്ക് വിരിച്ചു കൊടുത്തു. ഇതിങ്ങനെ ചില വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കിച്ചണിലൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനും വിചാരിക്കുന്നു നമുക്കും ഇതേപോലെ വാങ്ങണം എന്നൊക്കെ എപ്പോഴും വിചാരിക്കലുണ്ട്. എന്തായാലും ഇപ്പോഴാണ് വാങ്ങാൻ സാധിച്ചത്. അങ്ങനെ അതൊക്കെ വിരിച്ചൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ ഐഫക്കുട്ടിക്ക് ചായ കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ ചായ കുടിക്കാൻ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കൊടുത്തു നോക്കട്ടെ. ചിലപ്പോൾ പറ്റില്ലൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ പറയും എനിക്ക് വേണ്ട, ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അത് മതി അറിയും. എന്തായാലും ഞാൻ കൊടുത്തു നോക്കട്ടെ. ഇവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ചായയും കടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വരവ് കുട്ടിനെയും കൊണ്ടാണ് കേട്ടോ. കുട്ടിനെയൊക്കെ കസേരയിലൊക്കെ ഇരുത്തിയതാ ചായ കുടിക്കാതിരിക്കുന്നുണ്ട്. ഞാൻ ക്യാമറ ഓണാക്കി വെച്ചിരിക്കണം. അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ശ്രദ്ധിച്ചാൽ ഇങ്ങനത്തെ കളികളൊന്നും കാണൂല. ഓൾ കളിക്കുന്ന സ്ഥലത്ത് നമ്മൾ ക്യാമറ ഓണാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓളെ കളി കണ്ടാൽ കുറേ ചിരി വരും കേട്ടോ. ഓൾ കഴിക്കണം അതേപോലെ ഓളെ കുട്ടികൾക്കും കൊടുക്കും. അതേപോലെ തന്നെ മരുന്ന് കൊടുക്കും, സൂചി അടിക്കും, എന്തൊക്കെയോ വർത്താനവും പറയിട്ട് അങ്ങനെ. ഇപ്പോൾ ക്യാമറ ഓണാക്കിയത് അറിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്. ഇല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ട് കാണിക്കൊന്നുമില്ല. അപ്പോൾ റവ ഉപ്പുമാവൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടിരിക്കണം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, രസമുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് കാണിച്ചു തന്നിരിക്കണം. പിന്നെ കുറേ കൂട്ടുകാർ ഇപ്പച്ചി പോയ വീഡിയോ കണ്ടിട്ട് ഐഫക്കുട്ടിൻ്റെ സങ്കടം കണ്ടിട്ട് ഞങ്ങൾക്കും സങ്കടമായി, കരഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞാണ്ട് കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടേനി. ഇപ്പോൾ വിഷമമൊക്കെ മാറിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടേനി. ഇപ്പോൾ വലിയൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വാട്സപ്പിൽ ഇപ്പച്ചിക്ക് അങ്ങനെ മെസ്സേജ് അയക്കും. ഒഴിവുണ്ടാകുന്ന സമയത്തൊക്കെ ഇപ്പച്ചി മെസ്സേജ് കേട്ട് കുഴങ്ങലേ കരഞ്ഞും അത്രയും മെസ്സേജ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ വോയിസ് ഇടും. പിന്നെ നമുക്കൊരു കൊറിയർ ഉണ്ടായിന് കേട്ടോ. ഇത് 2-3 ദിവസമായിക്കണ വന്നിട്ട്. അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ അയച്ചു തന്നതാണ്. അപ്പോൾ ഞാനിത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ അവർ വീട്ടിലുണ്ടാക്കുന്ന ഹോം മെയ്ഡ് പ്രൊഡക്റ്റുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണൊക്കെ. കറി പൗഡേഴ്സാണ്. നമുക്ക് വീട്ടമ്മമാർക്ക് കിച്ചണിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട എല്ലാ പൗഡേഴ്സും ഇതിലുണ്ട്. അപ്പോൾ അവരിതിന് നല്ലൊരു പാക്കിങ്ങും നല്ലൊരു പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഷഫ്നീസ് കറി പൗഡറാണ് കേട്ടോ അതിൻ്റെ പേര്. പിന്നെ ഇതിൽ അറബിക് മസാല ഉണ്ട്, അതേപോലെ തന്നെ രസ പൗഡർ ഉണ്ട്, അതേപോലെ ദോശപ്പൊടി ഉണ്ട്, ഇറച്ചി മസാല ഉണ്ട്, സാമ്പാർ പൗഡർ ഉണ്ട്, പിന്നെ ഫിഷ് മസാല ഉണ്ട്. അപ്പോൾ ഈ അറബിക് മസാല നമുക്ക് അറബിക് ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും. കബ്സ, മന്തി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ സാമ്പാർ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് സാമ്പാർ പൗഡർ ഒന്ന്
ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ ഇല്ലെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. പിന്നെ നമ്മളിതുപോലെ എന്ത് ബിസിനസ് തുടങ്ങുകയാണെങ്കിലും അതിന് നല്ലൊരു പേരും നല്ലൊരു പാക്കിങ്ങും ഒക്കെ കൊടുക്കണം. അതേപോലെ തന്നെ ഇതിൽ ചേർത്ത ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒക്കെ ഇതിൽ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ നല്ലൊരു പാക്കിംഗ് ഒക്കെയാണ് കേട്ടോ ഇതിന്. പിന്നെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ പാക്കിംഗ് ആണെങ്കിൽ അടിപൊളി പാക്കിംഗ് ആണ്. പിന്നെ ചില ആൾക്കാരും ഇതേപോലെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. പക്ഷേ പാക്കിങ് നല്ല പാക്കിങ് കൊടുക്കില്ല. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആവും ഉള്ളിലുണ്ടാവുക. അപ്പോൾ പാക്കിംഗ് ഒക്കെ നല്ല പാക്കിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധനം നല്ലോണം സെയിലായി പോവും. അപ്പോൾ നമ്മൾ ഈ ഒരു ഷഫ്നീസിൻ്റെ കറി പൗഡേഴ്സൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരെ നമ്പർ സ്ക്രീനിലും കൊടുക്കുക, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ കൊടുക്കുക. അപ്പോൾ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. നമുക്ക് എന്തുകൊണ്ടും വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ. ഒക്കെ ഹോം മെയ്ഡ് ആയതുകൊണ്ട് നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് യാതൊരുവിധ കെമിക്കലും കാര്യങ്ങളും ഒന്നും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഐഫക്കുട്ടീനെ മദ്രസിലൊക്കെ കൊണ്ടാക്കി വന്നു കേട്ടോ. പിന്നെ നമ്മൾ ചോറിനൊക്കെ വെള്ളം വെച്ചിരുന്നല്ലോ കുറച്ച് നേരത്തെ. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. തിളച്ച വെള്ളം നമുക്ക് കറിക്കൊക്കെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ ഇടയ്ക്ക് ചൂടുവെള്ളം കുടിക്കാമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു തണുത്ത വെള്ളത്തിൻ്റെ ഒരു ഫാനേന് കേട്ടോ. വെറും തണുത്ത വെള്ളമേ കുടിക്കുള്ളൂ. എനിക്ക് ദാഹം വന്നാൽ തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാലുള്ളൂ വെള്ളം കുടിച്ചിക്കണമെന്ന് തോന്നുക. ഇപ്പോൾ ആ തണുത്ത വെള്ളം കുടിക്കണ പൂതി അങ്ങോട്ട് കഴിഞ്ഞിട്ടോ. ഇപ്പോൾ കുറേ ആയില്ലേ ഈ ഒരു സൗണ്ട് അടപ്പൊക്കെ വന്നിട്ട്. അപ്പോൾ അന്ന് മുതൽ ചൂടുവെള്ളം തന്നെയാണ് കുടിക്കാറ്. പക്ഷേ സൗണ്ട് ശരിക്കും ഇങ്ങോട്ട് നല്ല ക്ലിയർ ആയിട്ട് ഇപ്പോഴും വന്നിട്ടില്ല. എപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ട് വർത്താനൊക്കെ പറയുമ്പോൾ. പിന്നെ ഇപ്പോൾ എല്ലായിടത്തും മഞ്ഞപ്പിത്തൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലേ. അപ്പോൾ കഴിയുന്നതും നമ്മളും പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അതേപോലെ മക്കൾക്കും തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കൊടുക്കാൻ നോക്കുക. പിന്നെ അറിഞ്ഞുകൊണ്ട് നമ്മൾ രോഗം വിളിച്ചു വരുത്തണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചോറൊക്കെ വേവട്ടെ. അപ്പോൾ തന്നെ നമുക്ക് കറി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ കറിക്ക് ഞാൻ പറഞ്ഞല്ലോ സാമ്പാറാണ് ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അവിടെ നുറുക്കി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഒരു 2-3 മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇത് അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. നല്ല ഫ്രഷ് മാങ്ങയാണ്. അപ്പോൾ ഇത് കണ്ടപ്പം ഇതുകൊണ്ട് അച്ചാർ രൂപത്തിലാക്കിയിട്ട് അങ്ങനെ ഒരു കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അച്ചാറല്ല, ഈ കടുമാങ്ങയല്ല, അങ്ങനത്തെ ഒരു കൂട്ടാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാണ്ട് ഉണ്ടാക്കുന്ന ഒരു കൂട്ടാൻ കേട്ടോ. മാങ്ങ എങ്ങനെ വെച്ചാലും ഇവിടെ ചിലവാകും. ഞാനും കഴിക്കും, കുട്ടികളും കഴിക്കും. അപ്പോൾ ചോറിന് ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇന്ന് കൂട്ടാൻ ഉണ്ടാക്കുന്നതും. പിന്നെ മുട്ടയും പൊരിക്കണം. അത് ചോറ് പിന്നെ കഴിക്കുന്ന സമയത്ത് പൊരിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ മാങ്ങയൊക്കെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയുടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ മസാല ബോക്സൊക്കെ കൊണ്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ. ചോറ് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയിൽ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ഞാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ആ ചട്ടിയൊക്കെ ഇതാ നല്ലോണം ചൂടായിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് ഇട്ട് പൊട്ടിച്ചു, ഉലുവട്ട് പൊട്ടിച്ചെടുത്തു. പിന്നെ അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മളെ ചട്ടി നല്ല ചൂടാണ്. അപ്പോൾ ഇപ്പോൾ അതിക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കരിയും. അപ്പോൾ ഞാൻ ഇപ്പോൾ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ മാങ്ങ ഇട്ട് കൊടുത്തേക്കാണ് അതിക്ക്. അപ്പോൾ മാങ്ങയൊക്കെ ഇട്ട് ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 2-3 സ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അച്ചാറും പൊടി എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഞാൻ ചേർത്ത് കൊടുത്തിന്. അച്ചാറും പൊടി ഒന്നും എൻ്റെ അടുത്തില്ല കേട്ടോ. അപ്പോൾ മുളകും പൊടി കുറച്ചധികം ചേർത്തത് അതുകൊണ്ടാണ്. പിന്നെ പച്ചമുളകും നമ്മൾ ചേർത്തിട്ടില്ലല്ലോ. അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ നമ്മളെടുത്ത മാങ്ങക്ക് പുളി കുറച്ച് കുറവാണ് കേട്ടോ. പുളി കുറവുള്ള മാങ്ങയാണ്. അപ്പോൾ ഞാൻ കുറച്ച് സുർക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി നല്ലോണം ഉണ്ടെങ്കിൽ സുർക്ക ചേർക്കേണ്ട ആവശ്യമില്ല. പുളി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ സുർക്ക ചേർത്ത് കൊടുത്തത്. പിന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്താണ്ട് വേഗം അടുപ്പത്തു നിന്ന് വാങ്ങി വെക്കുകയാണ്. ഇല്ലെങ്കിൽ മാങ്ങ ഓവറായിട്ട് വേവേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഈ ചട്ടി നല്ല കനമുള്ള ചട്ടി ആയതുകൊണ്ട് ഇതിലൊന്ന് ഇട്ടിട്ട് ഇളക്കി കൊടുത്താൽ തന്നെ വെന്ത് വരും. പിന്നെ മാങ്ങയൊക്കെ പെട്ടെന്ന് വേവുമല്ലോ. അങ്ങനെ അതൊക്കെ അടുപ്പത്തു നിന്നൊക്കെ ഇറക്കി വെച്ച് കൊടുത്തു. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കണം. സാമ്പാർ ഉണ്ടാക്കാൻ ഞാൻ പരിപ്പൊക്കെ കഴുകിയിട്ട് ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ടേന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം തീയൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കട്ടെ. അപ്പോൾ നമ്മളെ പരിപ്പൊക്കെ പെട്ടെന്ന് വെന്തോളും. പിന്നെ നമ്മളെ ബാബു കാക്കുവിൻ്റെ വിശേഷങ്ങളൊക്കെ കുറച്ച് കൂട്ടുകാരൊക്കെ കമൻറ്റിലൊക്കെ ചോദിച്ചിന് കേട്ടോ. ബാബുവിൻ്റെ വിശേഷങ്ങൾ എന്താണ്, സുഖമാണോ, പിന്നെ അവിടെ എത്തിയോ, ജോലിയിൽ കയറിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടേന്. അവിടെ എത്തിയത് ഞാൻ അന്നത്തെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടേന്. പിന്നെ ഇക്കാമയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, അതും ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടേന്. ഇപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, സുഖമാണ്. ഇനി ലൈസൻസും കൂടെ റെഡി ആയിട്ട് വേണം പണിയിൽ കയറാൻ. അപ്പോൾ അതും പെട്ടെന്ന് ശരിയാവുമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളെ മാങ്ങ ഇട്ടിട്ടുള്ള കൂട്ടാൻ ഞാൻ ആ ചട്ടിയിൽ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ.
ഇത് ഈ ഒരു ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് ഇതിലെന്ത് കുക്ക് ചെയ്താലും ഞാൻ എപ്പോഴും പറയലില്ലേ അപ്പം തന്നെ മാറ്റണം, അല്ലെങ്കിൽ അതിൻ്റെ കളറും മാറും, അതേപോലെ തന്നെ ആ ഒരു ഇരുമ്പിൻ്റെ ചൊവയും വരും ഇതിലേക്ക്. അപ്പോൾ ഞാൻ വേഗം അതിന് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് കുറച്ചും കൂടെ നല്ല നല്ല പ്രൊഡക്റ്റുകളൊക്കെ വന്നിക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ മാങ്ങയൊക്കെ അതിനകത്തൊക്കെ കൊണ്ടുപോയി വെച്ച് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ വേറെയും ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്നും വീഡിയോയിൽ കാണിക്കണില്ല എന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പുറത്ത് പോകാണ്ടെന്നുള്ളത്. അപ്പോൾ പുറത്ത് പോകുമ്പോഴത്തേന് എല്ലാ പണികളും തീർത്തിട്ട് വേണം പോകാൻ. അപ്പോൾ നമ്മളെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ടെങ്കിൽ എളുപ്പം വേവണ പരിപ്പാണ് കേട്ടോ. പിന്നെ വെള്ളം കുറഞ്ഞപ്പോൾ ഞാൻ ചൂടുവെള്ളം എടുത്ത് വെച്ചിരുന്നല്ലോ, അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് പിന്നെ നമ്മളെ പച്ചക്കറികളൊക്കെ അരിഞ്ഞതൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. വെണ്ടയ്ക്ക അപ്പം ചേർത്തിട്ടില്ല കേട്ടോ. വെണ്ടയ്ക്ക അപ്പം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കറി നല്ല കൊഴുപ്പേക്കാരം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെന്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതാ നമ്മളെ ഷഫ്നീസിൻ്റെ പിന്നെ സാമ്പാർ പൗഡർ ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഞാൻ ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷഫ്നീസിൻ്റെ സാമ്പാർ പൗഡർ അടിപൊളിയാണ് കേട്ടോ. നല്ല സ്മെല്ലുണ്ട് സാമ്പാറിന്. ഞാൻ കുറച്ചിത് ചേർത്ത് കൊടുത്തല്ലോ ഇതിലേക്ക് ഒരു സ്പൂണ്. അപ്പോൾ ഇത് തുറന്നപ്പം അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ നല്ലോണം കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞ് അതും ചേർത്ത് കൊടുത്തിനി. അതേപോലെ പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി വെണ്ടയ്ക്ക ഒന്ന് വെന്ത് വരുന്നത് വരെ കുറച്ച് നേരം അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുത്തു. പിന്നെ നമ്മളെ സാമ്പാർ നല്ലോണം കുറുകിയിട്ടേനി. അപ്പോൾ ഞാൻ പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് തിളച്ച് വേവട്ടെ, എന്നിട്ട് നമുക്ക് വറവിട്ടെടുക്കാം. അപ്പോൾ സാമ്പാറൊക്കെ വെന്ത് ഞാൻ അടുപ്പത്തു നിന്നൊക്കെ വാങ്ങി വെച്ച് അകത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സാമ്പാർ ഞാൻ കടുക് വറുത്തെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഉലുവയും കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചെടുത്ത് വറ്റൽമുളക് ഇട്ട് കൊടുത്തു, കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളെ സ്പെഷ്യലായിട്ടുള്ള ഷഫ്നീസിൻ്റെ സാമ്പാർ പൗഡറും ചേർത്ത് കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടേനി നമ്മളെ സാമ്പാറിന്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷഫ്നീസിൻ്റെ എന്തെങ്കിലും പ്രൊഡക്റ്റ് വേണമെങ്കിൽ വാങ്ങിച്ചോളണ്ടി കേട്ടോ. നല്ല പ്രൊഡക്റ്റുകളാണൊക്കെ. പിന്നെ ഞാൻ പുറത്തൊക്കെ പോയി വന്നു കേട്ടോ. പുറത്ത് പോയതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനത്തെ ഒന്നും ഞാൻ വീഡിയോ എടുക്കലില്ലല്ലോ, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഞാൻ വന്നപ്പം ഉമ്മാക്ക് പണി വിറക് അട്ടിയേക്കലാണ്. ഇത് കഴിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ നമ്മളെ മഞ്ജുമോൾക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് മഞ്ജുമോളും ഉണ്ടായിനി വിറകൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാനൊക്കെ. റിച്ച് സ്കൂൾക്ക് പോവോളം ഓനും കുറച്ചൊക്കെ കൊണ്ടുപോയി കൊടുത്തീനി. അങ്ങനെ വിറക് അട്ടി വെക്കണ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കണ്. ഞാൻ പോയപ്പോൾ ഉമ്മാനോട് നിങ്ങൾ കുളിച്ച് കറിക്കോളി പറഞ്ഞാണ്ട് പോയതാണ് കേട്ടോ. ഉമ്മ അപ്പോൾ വിറകൊക്കെ അട്ടിയേക്കാൻ നിന്ന്. എന്തായാലും ആ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ഞാൻ ഗ്യാസിൻ്റെ ബർണർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മൾ കറിക്കൊക്കെ ഇങ്ങനെ പിഴിഞ്ഞ് ബാക്കിയാണ് ആ പുളിൻ്റെ ചണ്ടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അത് ഞാനിങ്ങനെ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും അത് ഞാനൊരു പാത്രത്തേക്ക് ഇട്ട് വെക്കും. അപ്പോൾ അതിങ്ങനെ കുറച്ചാവുമ്പോൾ ഇതേപോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ ഗ്യാസിൻ്റെ ബർണറായി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും. അപ്പോൾ പെട്ടെന്ന് ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ പുറത്ത് വെച്ചിട്ടേ. അപ്പോൾ അതൊന്ന് നല്ലോണം തിളച്ച് വരണം, എന്നാലുള്ളൂ അതിൽ ആ പുളിൻ്റെ നീരൊക്കെ നമ്മളെത്ര പിഴിഞ്ഞെടുത്തതായാലും അതിലുണ്ടാവും കേട്ടോ. പുളിൻ്റെ അംശങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അപ്പോൾ നമ്മളെ ബർണറിൻ്റെ നിറം കണ്ടില്ലേ, പറ്റ കറുത്തുകൊണ്ട് കേട്ടോ. കുറേ ദിവസത്തേക്കണത് ക്ലീൻ ആക്കിയിട്ട്. അപ്പോൾ ഞാനിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പുളി ഇല്ലയെന്നുണ്ടെങ്കിൽ നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ ചണ്ടി ഉണ്ടാവുമല്ലോ, അതും ഇതേപോലെ ഇട്ട് തിളപ്പിച്ചാലും നല്ലോണം നിറം കിട്ടും. ഇനി ഞാൻ കുറച്ച് ലിക്വിഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്ത് ലിക്വിഡാണെങ്കിലും ഡിഷ് വാഷോ അല്ലെങ്കിൽ ക്ലോത്ത് വാഷോ എന്താ നമ്മളെ കയ്യിലുള്ളത് വെച്ചാൽ അത് കുറച്ചേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അലക്ക് സോപ്പിൻ്റെ ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ പുളിയൊക്കെ അതിലേക്ക് ഇറങ്ങും. അതേപോലെ ഈ ലിക്വിഡും കൂടെയൊക്കെ ചേരുമ്പം ഇത് നല്ലോണം ക്ലീനായി കിട്ടും കേട്ടോ. നമ്മൾ കൈ വെച്ച് നല്ലോണം ഉരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് നേരം ഇതിൽ കിടന്നാൽ തന്നെ ഇത് നല്ല ക്ലീനായിട്ട് കിട്ടും. പിന്നെ ഗ്യാസിൻ്റെ ബർണറൊക്കെ പലരും പല രീതിയിൽ ക്ലീൻ ചെയ്യും. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്ന ഒരു രീതി നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. നമ്മൾ ഈ പുളിയൊക്കെ പിഴിഞ്ഞ് കളയുന്ന ആ വേസ്റ്റ് വെറുതെ വേസ്റ്റാക്കി വലിച്ചെറിയല്ലേ. അപ്പോൾ ഞാനതൊക്കെ എടുത്തേക്കലുണ്ട്. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉപകാരത്തിന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തിങ്ങനെ അകത്ത് കൊണ്ടുവന്നാണ്ട് നമ്മളെ എന്താ പറയുക കബോർഡുമേലൊന്നും കൊണ്ടുവന്ന് വെക്കൊന്നുമില്ല. പുറത്തെവിടെയെങ്കിലും കേൾക്കാറ് കേട്ടോ. ഇല്ലെങ്കിൽ ഈ കൊത്തളിങ്ങൊക്കെ ആർത്ത് വരാൻ അത് മതിയാവും. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഞാൻ ഇതിലിട്ടിട്ട് നല്ലോണം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് അടച്ചു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രഷ് ഇട്ടിട്ട് ഉരച്ച് കഴുകാം. അപ്പോൾ ഞാൻ ഇപ്പോൾ വലിയൊരു ബ്രഷ് അടുത്തുകൊണ്ട് നിൽക്കുന്നത്. ഇങ്ങനത്തെ ബ്രഷ് വേണമെന്നില്ല കേട്ടോ. നമ്മളെ ടൂത്ത് ബ്രഷ് ഇല്ലേ, അതെടുത്താലും മതി. നമുക്ക് ക്ലീനിങ്ങിനായിട്ടൊന്ന് എടുത്തു വെച്ചാൽ മതി. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ അത്. ഞാനപ്പോൾ എൻ്റെ കണ്ണിൽ പെട്ടത് ഇതാണ്. ഇതുകൊണ്ട് ഉരച്ചിട്ട് ശരിക്കും അങ്ങോട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടൊന്നുമില്ലേനും ഞാൻ നമ്മളെ ടൂത്ത് ബ്രഷ് എടുത്തിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഉരച്ച് കഴുകിയത്.
അപ്പോൾ അങ്ങനെ നല്ല പുതിയതായിട്ടൊന്നും കിട്ടിയിട്ടില്ല, എന്നാലും അത്യാവശ്യം നല്ലോണം ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ആ കറുത്ത നിറമൊക്കെ പോയിട്ട് ആ ചെമ്പിൻ്റെ നിറമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ നനച്ചുള്ളിപ്പണി കുറച്ചും കൂടെ ഉണ്ടിട്ട് എടുക്കാൻ. നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകുമ്പം നമ്മൾ വിചാരിച്ച പോലെ ഒന്നും എടുക്കാൻ പറ്റില്ല. വീട്ടിൽ തന്നെ ആകുമ്പം പിന്നെ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന സമയത്തൊക്കെ പണികളൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ നമ്മളത് ഫിനിഷായിട്ടില്ല കേട്ടോ. ഫിനിഷായിട്ട് ഞാൻ മൊത്തത്തിൽ കാണിക്കുന്നുണ്ട്. അധികം പണികളൊന്നുമില്ല. കിച്ചണിൽ കുറച്ച് പണികളുണ്ട് കേട്ടോ. കിച്ചണിൽ തട്ടലും കൊട്ടലൊക്കെ കഴിഞ്ഞിരിക്കണം. അതൊന്നുമില്ല. നമ്മളിപ്പോൾ പെയിൻ്റ് അടിച്ചുകൊണ്ട് അതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ബോട്ടിലും കാര്യങ്ങളൊന്നും കഴുകിയിട്ടില്ല. സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കഴുകി ക്ലീനാക്കാനൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ നമ്മളെ താഴെ ഒരു റൂമുണ്ടല്ലോ, ആ ഒരു റൂമും ഉണ്ട് കേട്ടോ ക്ലീൻ ചെയ്യാൻ. അല്ലാത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.